കൊടുത്തൊരു കാര്യമാണ്. പണം നമ്മുടെ കയ്യിലേക്ക് കൂടുതൽ വരണമെങ്കിൽ പണത്തിന് 9 നിയമങ്ങളുണ്ട്. ആ 9 നിയമങ്ങളിൽപ്പെട്ട ഒന്നാണ് മണി ലവ്സ് എനർജി. പണം എന്ന് പറയുന്നത് ഒരു എനർജിയാണ്. അത് എനർജി ഉള്ളവിടത്തേക്ക് ആകർഷിക്കപ്പെടും. ഇവരെന്തിനാ ചാടിയെന്ന് വല്ല പിടിയുണ്ട. അതായത് ആ ബോർഡിൽ നിന്ന് എഴുതിയിരിക്കുന്നത് ഏകദേശം 3.5 കോടി രൂപയുടെ സെയിൽസ് ക്ലോസ് ചെയ്തു. നിങ്ങളറിയാതെ ഇന്ന് പുറത്ത് നിന്ന് ഒരു 7 ഗോൾഡ് ബിസിനസ് വേറെ ക്ലോസ് ചെയ്തു. അത് കുറച്ച് പേരിവിടെ വന്ന് ഫുൾ കോട്ടേജ് എടുത്തവരാണ്. അവർ പുറത്ത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് ഇവിടുത്തെ ക്ലോസ് ചെയ്ത് 10.5 കോടി രൂപയാണ്. ഈ 10.5 കോടി രൂപയിൽ നിയറസ്റ്റ് ഇവർക്കുള്ളത് എത്രയെന്നറിയോ? ഏകദേശം 2 കോടി രൂപയുടെ അടുത്ത് ഇന്ന് ഇവിടെ വന്നവർക്കുള്ള പ്രോഫിറ്റാണ്. ക്ലിയറായോ? ഈ കമ്പനിക്ക് റിസോർട്ട് ഉണ്ടാക്കാനും അറിയാം, റിസോർട്ട് വിൽപ്പിക്കാനും അറിയാം. ക്ലിയറായോ? അങ്ങനെ വിറ്റിട്ട് പ്രോഫിറ്റ് കിട്ടിയ എല്ലിൻ്റെ കുത്താറുണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. എങ്ങനെ ഇത്രയും പൈസ ഇട്ടുപോലെ വെറുതെ ഇരിക്കോ? നിങ്ങളോടിരുന്നോ? കാരണം എന്താ? നിങ്ങൾക്ക് പ്രത്യേകിച്ച് കിട്ടിയിട്ടില്ലല്ലോ അല്ലേ? പക്ഷേ കിട്ടണമെങ്കിൽ എന്ത് വേണം? പണത്തിന്റെ 9 നിയമങ്ങളിൽ ഒരു നിയമമാണ് മണി ലവ്സ് എനർജി. പണം എനർജി ഉള്ളവിടത്തേക്ക് ആകർഷിക്കപ്പെടൂ. എനർജി വേണം. അയ്യോ 10 കഷ്ടപ്പാടും പറഞ്ഞിരുന്നാൽ പണം വരില്ല. നിങ്ങൾ ശ്രദ്ധിച്ചെന്നറിയില്ല. കഷ്ടപ്പാട് എന്ന് പറയുന്നവരടുത്തേക്കും കഷ്ടപ്പാടേ വരൂ. കടം പറയുന്നവരടുത്തേക്ക് എന്നും കടമേ വരൂ. എന്നും എനർജിയോടുകൂടി അല്ലേ? അങ്ങനെ നിൽക്കുമ്പോഴോ ഞാൻ ഇവിടെ വന്ന് രാവിലെ 1.5 മണിക്കൂർ സംസാരിച്ചു. 10 കോടിയാണ് വന്നത്. വല്ല പണിയെടുത്ത ഇങ്ങനെ വേണം പൈസ ഉണ്ടാക്കാൻ. സീരിയസ്ലി ഇങ്ങനെ വേണം. അല്ലാണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തല്ല പൈസ ഉണ്ടാക്കുന്നത്. തെറ്റാണ്. നിങ്ങൾക്ക് ആരോ പഠിപ്പിച്ചു തന്നാൽ ഏറ്റവും വലിയ തെറ്റ് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കണം എന്നുള്ളതാണ്. ചോദ്യം, ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ട് ആരോട് രക്ഷപ്പെട്ടെ? ഒന്ന് പറഞ്ഞ. നിങ്ങൾ ജോലിക്ക് പോകണ്ടല്ല, ഈ ജോലി ചെയ്തിട്ട് ആരെ രക്ഷപ്പെട്ടെ? പറ. ജോലി ചെയ്താൽ ഞാൻ രാവിലെ 5 വെൽത്തിനെ കുറിച്ച് പറയും. ഒരെണ്ണം നിങ്ങൾക്ക് കിട്ടുമോ? 5 വെൽത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ, അതായത് ജീവിതത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ പൂർണ്ണത, ഫുൾഫിൽനെസ്, ഈ 5 വെൽത്ത് നമ്മുടെ കയ്യിൽ കിട്ടണം. എന്തൊക്കെയാണ്? ഒന്ന് പറഞ്ഞേ. 5 വെൽത്തുകൾ ജീവിതത്തിൽ നമ്മൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള 5 വെൽത്തുകൾ. ഫിസിക്കൽ വെൽത്ത്. എന്തായാലും ഫിസിക്കൽ വെൽത്ത്